വാക്കിന് ഉളുപ്പ് വേണവടാ സുരേഷ് ഗോപി. ഒന്നും രണ്ടുമല്ല 6 വർഷം മുന്നേ താൻ പ്രഖ്യാപിച്ച സിനിമയാണല്ലോ ഒറ്റക്കൊമ്പൻ. ഇതുവരെയായിട്ട് എല്ലാ ബർത്ത്ഡേക്കും ഒരു അപ്ഡേറ്റ് വരുന്നതല്ലാതെ സിനിമ ഇതുവരെയായിട്ട് റിലീസിംഗ് വന്നിട്ടില്ല. അപ്പോൾ 6 വർഷത്തിന് ശേഷം വീണ്ടും ഒരു അടുത്ത ബർത്ത്ഡേ വന്നിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് ജൂൺ 25-ാം തീയതി. ഇനിയെങ്കിലും ഉളുപ്പുണ്ടോടാ ഉളുപ്പ്. ഈ പ്രാവശ്യമെങ്കിലും സിനിമയുടെ റിലീസ് ഡേറ്റ് ഒന്ന് പ്രഖ്യാപിക്കൂ. ഈ പ്രാവശ്യമെങ്കിലും റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ രജനീകാന്തിന്റെ നായകനാക്കി ഇനിയിപ്പോൾ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയേണ്ടി വരും. സൂപ്പർ സ്റ്റാറിന്റെ നായകനാക്കി മച്ചാൻ നിർമ്മിക്കുന്ന മച്ചാൻ എന്ന് ഉദ്ദേശിക്കുന്നത് കമൽഹാസനെയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അതാണ് ഇത്. ധർമ്മൻ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഡോക്ടറായിട്ടാണ് രജനീകാന്ത് എത്തുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ബുദ്ധിയുള്ള പൊട്ടൻ ഡയറക്ടറായിട്ട് ഇരിക്കുന്നതിന് എത്രയോ ഭേദം. ലോകേഷ് കനകരാജ് നായകനായിട്ട് എത്തുന്ന സിനിമയാണല്ലോ DC. സിനിമയെക്കുറിച്ച് ഒരു റൂമർ വന്നിട്ടുണ്ട്. ജൂലൈ 31-ാം തീയതി സിനിമ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞാണ് റൂമർ വന്നിരിക്കുന്നത്. ഈ റൂമർ എങ്കിലും ഒന്ന് കൺഫേം ആവട്ടെ. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് കാത്തിരിക്കാം. മോഹൻലാൽ ദിലീപൊക്കെ നായകനായിട്ട് എത്തിയ സിനിമയാണല്ലോ ക്രിസ്ത്യൻ പ്രദേശ്. ആ സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എനിക്ക് ഇവിടെ മാത്രമല്ലടോ അങ്ങ് ബോംബെയിലും ഉണ്ടോ പിടി. അതേപോലെ റിയൽ ആയിട്ട് ദിലീപ് പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഇവിടെ മാത്രമല്ല പിടി അങ്ങ് മദ്രാസിലും ഉണ്ടെന്ന്. ദിലീപിന്റെ വരാനിരിക്കുന്ന ഒത്തിരി പ്രതീക്ഷയുള്ള ഒരു ത്രില്ലർ സിനിമയാണല്ലോ നീക്കം. സിനിമയുടെ റിലീസ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ സിനിമയുടെ റിലീസ് ഉണ്ടാകില്ല എന്നാണ്. അല്ലെങ്കിലും സിനിമയിലുള്ള എല്ലാ വള്ളിയും കൂടി ദിലീപിന്റെ തലയിലോട്ടല്ലേ വരുന്നത്. ഒറ്റയ്ക്ക് വന്നിട്ടല്ലടാ, ഒരു മുഖം വെച്ച് രണ്ടാൾ അഭിനയിച്ചിട്ടാണ് സിനിമ ഹിറ്റായത്. സിനിമ ഏതാണെന്ന് വെച്ചാൽ സർദാർ. ഇപ്പോൾ സർദാർ 2-ന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതും റിലീസ് അനുബന്ധിച്ച് ഈ വരുന്ന സെപ്റ്റംബറിൽ വിനായക വിനായക ചതുർത്ഥി സ്പെഷ്യലായിട്ട് സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന റൂമറുകൾ. എന്റെ അഭിപ്രായത്തിൽ ഈ റൂമറുകളൊക്കെ കൺഫേം ആവണേ. ധനുഷ് നായകനായിട്ട് എത്തുന്ന സിനിമയാണല്ലോ മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്മഭൂഷൺ ലഭിച്ചതിന് ശേഷം മമ്മൂട്ടി നേരെ പോയിരിക്കുന്നത് ധനുഷിനോടുള്ള ആദരവ് കാണിക്കാൻ സിനിമയിൽ അഭിനയിക്കാനാണ്. കാരണം ദോശ ഉണ്ടാക്കാൻ വന്നപ്പോൾ ഓട്ടോദോശയായി പോയ സിനിമയാണല്ലോ കമ്മത്താൻ കമ്മത്ത്. അതിൽ ധനുഷ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയിൽ മമ്മൂട്ടിയുടെ അവസാനഘട്ട ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാനാണ് മമ്മൂട്ടി ചെന്നൈയിലോട്ട് എത്തിയത്. അപ്പോൾ സിനിമ വാർത്തകളെല്ലാം അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.